നമസ്കാരം. പ്രധാന വാർത്തകൾ. ജസ്ന തിരോധാന കേസ് തുടരന്വേഷണത്തിന് തയ്യാറെന്ന് CBI. മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം സുപ്രീം കോടതിയിൽ വിഷയം ഉന്നയിക്കാൻ CPIM. ടെന്നീസ് ലോകത്തോട് വിട പറയാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, പാപ്പരാസികളുടെ കണ്ടെത്തൽ തെറ്റ് തുറന്നു പറഞ്ഞ് സാനിയ മിർസ. വാർത്തകൾ വിശദമായി. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറെന്ന് CBI. മെയ് 5-ന് കേസിൽ കോടതി വിധി പറയും. മെയ് 5-ന് മുൻപ് ജസ്നയുടെ അച്ഛന്റെ ആവശ്യങ്ങൾ എഴുതി നൽകണമെന്നും കോടതി പറഞ്ഞു. തെളിവുകൾ സീൽ ചെയ്ത കവറിൽ ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം. ജസ്നയുടെ പിതാവിനാണ് നിർദ്ദേശം നൽകിയത്. മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ ബൃന്ദ കാരാട്ടിന്റെ അഭിഭാഷകൻ. വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ കേസ് പരിഗണിക്കുമ്പോൾ കൂടെ മോദിയുടെ പരാമർശവും കോടതിയിൽ ഉന്നയിക്കും. പ്രതിപക്ഷ കക്ഷികൾ വിദ്വേഷ പ്രസംഗ വിഷയം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ഉന്നയിച്ചിരുന്നെങ്കിലും നടപടികൾ കൈക്കൊണ്ടിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നേരിട്ട് വിഷയത്തെ കോടതിയിലെത്തിക്കാൻ CPIM തീരുമാനിച്ചത്. ഇനി കായിക വാർത്ത. പ്രമുഖ ടെന്നീസ് താരം സാനിയ മിർസയുടെ വിരമിക്കൽ പ്രഖ്യാപനം വലിയ കോളിളക്കമാണ് കായിക ലോകത്ത് സൃഷ്ടിച്ചത്. 6 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ സാനിയ മിർസ 2023 ഫെബ്രുവരിയിലായിരുന്നു ടെന്നീസിൽ നിന്ന് വിരമിച്ചത്. താരത്തിന്റെ വിരമിക്കലിനെ കുറിച്ചുള്ള ധാരാളം വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും സജീവമായിരുന്നു. എന്നാൽ അതെല്ലാം തെറ്റാണെന്നും ശരിയായ കാരണം തന്റെ മകനാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് സാനിയ മിർസ. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സാനിയയുടെ വെളിപ്പെടുത്തൽ. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.